കയറി പോണല്ലേ. ഞാൻ കുറച്ച് തടിയില്ല ആളായതുകൊണ്ട് സിമ്പിളായിട്ട് കയറാൻ പറ്റുന്ന ഏരിയ കൂടി കയറാം. അതാണ് നന്നാവുക. ഓ, ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ അല്ലേ. ഇത് കണ്ടഗിരി കേവും ഇത് ഉദയഗിരി കേവാണ്. അവിടെ ഒരു അമ്പലം കണ്ടോ, നല്ല രസമുള്ളൊരു അമ്പലം. കണ്ടഗിരി കേവ് ഈ ഭുവനേശ്വറിൻ്റെ സിറ്റി ആണ് കാണുന്നത്. സൂം ചെയ്ത് മേലേക്ക് കയറി പോകണം. അവരൊക്കെ മേലേക്ക് കയറിപ്പോയി, ഞാനും മേലേക്ക് കയറട്ടെ. ഏതായാലും സംഭവം ഉഷാറായി. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പോയി നോക്കാം. അയ്യോ, ഒഡീഷ ഭുവനേശ്വറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് ഇരിപ്പിടങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ പറയാല്. ഈ മല കയറി വന്നപ്പോൾ നിങ്ങൾക്കൊരു സുഖം തോന്നുന്ന ഒരു ആശ്വാസത്തിൻ്റെ ഇരുത്താ അല്ലേ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് അല്ലേ. എന്താ പിന്നെ വേർത്തോ? എന്താ അവൻ്റെ പേരാന്താ നിങ്ങൾ പറയാത്ത? തോപ്പിൽ പുയാപ്പിളെ. തോപ്പിൽ പുയാപ്പിളെ ഓന് മുഖം പോത്തിരിക്ക. ചെറിയ ഒരു ഷൈല്ല ആളാണ്. സംഭവം ഇവിടെ ഇരിക്കാല്ല ഇരുമ്പിൻ്റെ ഉരുക്കില്ലേ. ഇതൊക്കെ ഇരുമ്പിലുണ്ടാക്കിയാണല്ലോ അല്ലേ. ഇതൊക്കെ ഇത്രയും വർഷങ്ങൾ പഴക്കണ്ടാവും കേട്ടോ അതിനൊക്കെ. ഇല്ല, ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇത്ര. ഇവിടെ ഒന്ന് നോക്ക്. ഞാൻ കൊടുക്കൂല. അവിടെ എന്താ സംഭവം? അതിങ്ങനെ മേലേക്ക് കയറി വരുന്ന അതല്ലേ? ഓക്കെ, അല്ല 10 മിനിറ്റ് 8 മിനിറ്റ് അങ്ങനെ പോകും. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു വ്യൂ ആണ്. ഇത് ഉദയഗിരി കേവാണ്. ഒരുപാട് ആൾ വരുന്നുണ്ട് കേട്ടോ. ആ കണ്ടഗിരി ഇതേമാതിരി തന്നെയാണ്. അവിടെയൊക്കെ കുറേ ഗ്രില്ലൊക്കെ ഇട്ട് മറിച്ചിട്ടുണ്ട്. ഇനി അവിടെ എത്തണം, നമ്മൾ നടന്ന് അങ്ങോട്ട് എത്തണം. ഏതായാലും ഇതിങ്ങനെ കറങ്ങി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഞങ്ങൾ കയറ്റം കയറി വന്നിട്ട് കയറ്റം കയറി വന്നിട്ട് പോയി ചെറിയ റെസ്റ്റ് എടുക്കുകയാണ് ഇവിടെ. ജിതേഷേട്ടാ കൊയങ്ങിയോ അല്ലേ? കയറ്റം കയറിയിട്ട് ക്ഷീണം അല്ലേ? വെള്ളമൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോലെ. അപ്പോൾ ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളും. ഫുഡ് ആൻഡ് ബെവറേജസ് ആർ അലൗഡ്. നോട്ട് അലൗഡാ? നോട്ട് അലൗഡ് എഴുതിയിരിക്കണത്. അവിടെ മരത്തിൻ്റെ മറവുണ്ടായതുകൊണ്ടേ നല്ലൊരു ശാന്തസുന്ദരമായ ബോഗൻവില്ലൊക്കെ ഉണ്ട് ഇവിടെ. ശാന്തസുന്ദരമായ സ്ഥലം. അങ്ങനെ അപ്പുറത്ത് എന്താ സംഭവം? ഇവിടെ ഒന്ന് പോയി നോക്കാം. ഇങ്ങനെ കറങ്ങി കറങ്ങി കുറേ കാണാനുണ്ട്. ഗണേഷ് കുബ കണ്ടോ? അങ്ങോട്ട് നമുക്ക് അലോഡില്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കമ്പി തിരിച്ചിട്ട് അല്ലേ. കേവ് 10 കണ്ടോ? 10ാമത്തെ ഗുഹ ഇതാണെന്ന് പറയുന്നത്. ഗണേശ ഗുംഫ അല്ലേ. അല്ല, ഡെയിലി ഒരേ ഡ്രസ്സ് ഇട്ടാലേ ഇപ്പൊ എങ്ങനെയുണ്ട് ലുക്ക? നമ്മളെ
സുഡിയോ അങ്ങനെ 2 സുഡിയോ അല്ലേ? നല്ല പുതിയ എടുത്താലേ എത്രയായി രണ്ടിനും കൂടി? 999 599 ഷർട്ടിന്. പക്ഷെ വേറെ ഒന്നുണ്ട്, നിങ്ങളെ നാട്ടിലെത്തുമ്പോ 4 ആൾക്കാരിൽ നിങ്ങൾ ഇത് കാണുമോ? പിന്നെ എങ്ങനെ ഇത് ഒരേ സുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഡിയോ അപ്പൊ സുഡിയോക്കാരെ കണ്ട വേഗം തിരിച്ചറിയാം. എൻ്റെ അഭിപ്രായം ഇപ്പൊ ഈ കേവിനെ പറ്റിയിട്ട് വൈറലിനല്ലേ ആവേണ്ടത്, നാച്ചുറൽ ആയിട്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ മൈ ഫ്രണ്ട്? ടെൽ യു വാട്ട് ഈസ് യുവർ വാല്യുബിൾ ഒപ്പീനിയൻ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. എൻ്റെ വിലയേറിയ ഒരു അഭിപ്രായം രേഖപ്പെടുത്തു ഇവിടുത്തെ പറ്റി. എങ്ങനെയുണ്ട്? അല്ലേ, പാറ തുറന്നുണ്ടാക്കി ചരിത്രത്തിന്റെ ഹിസ്റ്റോറിക്കൽ സാധനമാണ് സോനു പറഞ്ഞത്. നമ്മളെ ഷെഫ് ബഷീർ ബാഷ എന്ന് നമ്മളെ ചാനലിന്റെ പേരോടെ കരിങ്കല്ലിൽ എഴുതിങ്ങാണ്ട് നമുക്ക് സമർപ്പിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ സോനുവാണ് എഴുതിയത്. ഓക്കെ, ഏതിന്? യൂട്യൂബിന്നോ? യൂട്യൂബ് നമ്മളെ സ്വീകരിക്കട്ടെ. പോവല്ലേ? അവിടെയൊക്കെ പോവാണ്ടേ, അതിലൊക്കെ ഒന്ന് പോയി കവർ ചെയ്യണം നമുക്ക്. എന്നാ പോവാ, ഇങ്ങനെ നടന്നു പോവാ. സംഭവം നല്ല വൈബാണ് ഗൈസ്, കാണാൻ മാത്രമുണ്ട്. വന്ന് പറ്റുന്നവർ വന്ന് കാണുക. അവിടെ പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് പോവാം. എന്താണ് അവിടെ നിന്ന് അറിയണ്ടേ? അതൊഞ്ഞ് കയറ്റം കയറാൻ ഗതിയോടുള്ളവർക്ക് ഉണ്ടാക്കിയ വഴിയാണോ? ബോഗൻവില്ലിൻ്റെ ഓരോ സംഭവങ്ങളാണ്. കണ്ടഗിരി കേവ്, ഉദയഗിരി കേവിലാണ് ഇപ്പം ഉള്ളത്. ഇങ്ങനെ നടക്കണം. ഇങ്ങോട്ട് കുറേ ഗണേശ ഗുഫ എന്നാണ്. നല്ല തണുത്ത ഏരിയ അല്ലേ? നല്ല തണുപ്പില്ലേ? ഇത് കല്ല് വെട്ടിയിട്ട് ഒരു കുഴി, ഒരു കുളമൊക്കെ ഉണ്ടാക്കിക്കണം അല്ലേ? അല്ലേ, സ്റ്റെപ്പുകളുണ്ടോ? അത് പറയാൻ പറ്റൂല, ചിലപ്പോൾ ആയുണ്ടാവും. അവിടെയൊക്കെ ആൾക്കാർ